+1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. അലോട്ട്മെന്റുകൾ ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ കുട്ടികൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ള വിഷമകരമായ വാർത്തകൾ തന്നെയാണ് ദിവസവും നൽകിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ +1 സീറ്റ് പ്രതിസന്ധി അതിരൂക്ഷമാണ്. ഏതാണ്ട് 46,944 കുട്ടികളാണ് ഇപ്പോൾ സീറ്റിനായി കാത്തിരിക്കുന്നത്. ഓരോ ഗ്രൂപ്പിലും എത്ര സീറ്റുകളാണ് ബാക്കിയുള്ളതെന്ന കണക്ക് വിദ്യാഭ്യാസ വകുപ്പ് പക്ഷേ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഐഫയും ജൽവയും മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചവരാണ്. സയൻസ് ഗ്രൂപ്പ് പഠിക്കണമെന്ന ആഗ്രഹത്താൽ അപേക്ഷ നൽകി. 2 അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും എവിടെയും അഡ്മിഷൻ ലഭിച്ചില്ല. 10ാം ക്ലാസ് ഫുൾ A+ കിട്ടി. ട്രയൽ കിട്ടിയില്ല, ഫസ്റ്റ് കിട്ടിയില്ല, സെക്കൻഡും കിട്ടിയില്ല. ഇനി തേർഡിന് വെയിറ്റ് ചെയ്യാണ്. കിട്ടിയാൽ മതിയായിരുന്നു. ഫുൾ A+ കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടാത്തതെന്ന് മനസ്സിലാവണില്ല. ഞങ്ങൾ റാങ്കൊക്കെ നോക്കിയപ്പോൾ എല്ലാതും വളരെ ബാക്കിലാണ്. എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും മനസ്സിലാവണില്ല. ഞങ്ങൾ ഇനി പൈസ കൊടുത്ത് പഠിക്കണോ വേണ്ടത്? എന്താ ഫുൾ A+ കിട്ടിയതിന് ഇങ്ങനെ ആവുമെന്ന് ഒരിക്കലും കരുതിയിട്ടില്ല. പഠിച്ച സ്കൂൾ കിട്ടും തന്നെ കരുതിയത്. പക്ഷേ പഠിച്ച സ്കൂൾ പോയിട്ട് ഒരു സ്കൂൾ പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചിട്ടും അഡ്മിഷൻ ലഭിക്കാത്ത നിരവധി കുട്ടികളുണ്ട്. മെഡിസിനും എഞ്ചിനീയറിംഗും അടക്കമുള്ള കോഴ്സുകൾ സ്വപ്നം കണ്ടാണ് +1ന് സയൻസ് ഗ്രൂപ്പ് തന്നെ എടുക്കണമെന്ന് ഓരോ വിദ്യാർത്ഥിയും തീരുമാനിക്കുന്നത്. മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചിട്ടും നിരവധി വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും എവിടെയും അഡ്മിഷൻ ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഓരോ ഗ്രൂപ്പിനും എത്ര സീറ്റുകൾ ബാക്കിയുണ്ടെന്ന കണക്ക് സർക്കാർ പറഞ്ഞിരുന്നു. ഇത്തവണ ഈ കണക്കുകൾ സർക്കാർ മറച്ചു വെച്ചിരിക്കുകയാണ്. 82,446 വിദ്യാർത്ഥികളാണ് മലപ്പുറം ജില്ലയിൽ നിന്നും +1ന് അപേക്ഷ നൽകിയത്. 35,502 കുട്ടികൾ പ്രവേശനം നേടി. 14,705 സീറ്റുകളാണ് ബാക്കിയുള്ളത്. പ്രവേശനം കാത്തുനിൽക്കുന്നവരാവട്ടെ 46,944 പേരും. എല്ലാ അലോട്ട്മെന്റ് കഴിഞ്ഞാലും 20,000-ലധികം കുട്ടികൾ പണം നൽകി പഠിക്കേണ്ടി വരും. സാജിദ് അജ്മൽ, മീഡിയ 1, മലപ്പുറം.